ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഞാൻ ഓല എടുത്തു കേട്ടോ. ഏത് വണ്ടി എടുക്കണം എന്നൊരു പ്ലാൻ ചെയ്തിട്ട് അവസാനം ഓലയിലേക്കാണ് എത്തിയത്. നമ്മുടെ വണ്ടി കേട്ടോ, ഇതാണ് വണ്ടി. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ പറയാം. എന്താണ് ഓല എടുക്കാൻ കാരണം കൂടി പറയാം. ഓല എടുക്കാൻ കാരണം ഒരുപാട് വണ്ടി നമ്മൾ നോക്കിയിരുന്നു. ആദ്യം TVS നോക്കി, ഏതർ നോക്കി, ഓല നോക്കി. ഈ 3 വണ്ടികളാണ് കേട്ടോ ഞാൻ മെയിനായിട്ട് നോക്കി. അതിൻ്റെ ഇടയിൽ ബൈക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബൈക്ക് വേണ്ട എന്ന് വെച്ചിട്ട് ഈ സ്കൂട്ടി രൂപത്തിലേക്കുള്ളത് ഈ 3 വണ്ടികളാണ് നോക്കിയത് തന്നെ. അതിൽ TVS iQube കുറച്ച് റേഞ്ചിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടും റേഞ്ചിൻ്റെ പ്രശ്നമായിരുന്നു മെയിനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് റേഞ്ച് മാക്സിമം കൂടിയ വണ്ടി വേണമെന്നായിരുന്നു ഒരു പ്ലാന്. അപ്പോൾ TVS അങ്ങനെ വിട്ടു. പിന്നെ ഏതൊരു കുഴപ്പമില്ലായിരുന്നില്ല. പിന്നെ ഏതറിനെക്കാട്ടും റേഞ്ച് ഓലയ്ക്ക് കണ്ടപ്പോൾ ഞാൻ ഓല എടുത്ത് കുറച്ചും കൂടി ഫീച്ചേഴ്സ് ഏതറിൻ്റെ അത്ര തന്നെ ഉണ്ട് എല്ലാതും. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഓലയിലേക്ക് തന്നെ എത്തിയത്. ഇതിൻ്റെ റേഞ്ച് നമ്മളോട് പറഞ്ഞത് 190 കിലോമീറ്റർ എക്കോയിൽ ആണ്. പിന്നെ നോർമൽ മോഡൽ 143 ആ റേഞ്ചാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 143 അത്യാവശ്യം ഓടിക്കുന്നവരോട് ചോദിച്ചപ്പോൾ ഏകദേശം 140 തന്നെ വണ്ടിക്ക് കിട്ടുന്നുണ്ട് റേഞ്ച്. നോർമലിൽ ഒരു ആവറേജ് സ്പീഡിൽ പോകുമ്പോൾ 140 തന്നെ, 130 to 140 കിട്ടുന്നുണ്ട്. 190 അങ്ങനെ ആർക്കും കിട്ടിയിട്ടൊന്നുമില്ല എക്കോയിൽ. പിന്നെ പലരും പറഞ്ഞു ഓല സർവീസ് ഭയങ്കര മോശമാണ്, അതൊക്കെ പറഞ്ഞു. ഒരു കൊമാക്കി ആ ബ്രാൻഡ് ഓടിച്ച എനിക്ക് അത്രയും എന്തായാലും ഇതിൻ്റെ സർവീസ് ഓലയുടെ സർവീസിനെക്കാട്ടും കൊമാക്കിയുടെ സർവീസിനെക്കാട്ടും ഒരു പിടി മുന്നിലാവും എന്തായാലും ഓലയുടെ സർവീസ് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം കൊമാക്കി അന്ന് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ സർവീസ് സെൻ്ററുകളില്ല, ഷോറൂമൊക്കെ ക്ലോസ് ചെയ്ത് പോണു. എവിടെയും വണ്ടി ഒരു സ്പെയർ കിട്ടാൻ വഴിയില്ല. പിന്നെ ഗ്രൂപ്പുകളിലുണ്ട് ഒരു ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിലും ഇതുപോലെ തന്നെ പല പ്രശ്നങ്ങളും ഓരോരുത്തർക്ക് പറയണു. അത് കാരണം എന്തായാലും ഇതിപ്പോൾ ഒരു ബ്രാൻഡായ സ്ഥിതിക്ക് സർവീസ് കൂടുക എന്നുള്ളതാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ, അല്ലെങ്കിൽ ഒന്ന് തപ്പിയപ്പോൾ എനിക്ക് കിട്ടിയത് സർവീസ് സെൻ്ററുകൾ മെയിൻ പ്രോബ്ലം ഇവരുടെ സർവീസ് തന്നെയാണ്. അപ്പോൾ സർവീസ് എന്തായാലും അവർ അവർ പ്ലാൻ ചെയ്യുന്നത് അവർ പറഞ്ഞ കാര്യങ്ങൾ അത് അവർ പാലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. സർവീസ് സെൻ്റർ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ പേടി അങ്ങനെ ഉണ്ടായിരുന്നില്ല. എന്തായാലും സർവീസ് അവർ സെറ്റാക്കും. കാരണം ഇത്രയും വണ്ടി ഇറങ്ങുന്ന സ്ഥിതിക്ക് എന്തായാലും സർവീസ് പയ്യെ ശരിയാക്കും. കാരണം പെട്ടെന്ന് അത്രയും വണ്ടി ഇറങ്ങിയ എത്ര 45,000 വണ്ടിയൊക്കെ ഇങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ ആ സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. അതുകൊണ്ട് സർവീസ് സെൻ്ററുകൾ സ്റ്റാർട്ട് ചെയ്ത് വരുന്നുള്ളൂ. അങ്ങനത്തെ പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ വണ്ടി വാങ്ങണ സമയത്ത് തന്നെ നോക്കുമ്പോൾ തൃശ്ശൂർ ഒരു സർവീസ് സെൻറ്റർ അവർ പണിയുന്നുണ്ടായിരുന്നു. ഞാൻ കണ്ടിരുന്നു സർവീസിന് പോകുമ്പോൾ. അവർ ബോർഡൊക്കെ അവിടെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കുറാഞ്ചേരി ഭാഗത്ത് അവരൊക്കെ ആ ബോർഡിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ വലിയ സർവീസ് സെൻറ്റർ ആയിരുന്നു അത്. ഞാൻ കണ്ടു. അത് ഉള്ളിൽ കയറുന്നതിന് പുറത്തുനിന്ന് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഓല എടുക്കാമെന്ന് വിചാരിച്ചു. ഫാസ്റ്റ് ചാർജിങ് നോക്കിയിരുന്നു. പക്ഷേ ഫാസ്റ്റ് ചാർജിങ് എവിടെയും തൃശ്ശൂർ ഉണ്ട്, പിന്നെ പാലക്കാട് എവിടെയും ഇല്ല. പിന്നെ എറണാകുളം, കോഴിക്കോട്, ട്രിവാൻഡ്രം ഇങ്ങനെ ഏരിയയിൽ മാത്രമേ ഉള്ളൂ ഫാസ്റ്റ് ചാർജിങ് കണ്ടിട്ടുള്ളൂ അപ്പോഴും. അപ്പോൾ പിന്നെ ഫാസ്റ്റ് ചാർജിങ് പിന്നെ നോക്കിയില്ല. പിന്നെ ചാർജിങ് ടൈം നോക്കുമ്പോൾ 5 മണിക്കൂറാണ് അവർ പറയണത്. 5 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആവും. 5 മണിക്കൂർ കൊണ്ട്. അപ്പം ഞാൻ എൻ്റെ റണ്ണിങ് നോക്കിയാലും 140 മേലെ ഞാൻ പോകാറുണ്ട്. എന്നാലും എവിടെയെങ്കിലും ഒരു 2 മണിക്കൂറെങ്കിലും ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് റൺ ചെയ്യാനുള്ള ഇത് കിട്ടുമല്ലോ. ഏകദേശം കംപ്ലൈൻ്റൊക്കെ ക്ലോസ് ചെയ്ത് തിരിച്ചെത്താൻ ഒരു സാഹചര്യം ഉണ്ട്. പിന്നെ ഓടിക്കാൻ നല്ല സുഖമാണ്. ഇതൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഓല ബുക്ക് ചെയ്തത്. ഞാൻ ഓലയിന് ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൺലൈനിൽ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. എവിടെ വേണമെങ്കിലും നമുക്ക് ബുക്ക് ചെയ്യാം, ഓൺലൈനിലും ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഷോറൂമിൽ പോയി ചെയ്യാം. പ്രത്യേകിച്ച് ഷോറൂമിൽ പോയി ചെയ്താലും വലിയ ഓഫറുകൾ കാര്യങ്ങൾ വില കുറവോ അങ്ങനെയൊന്നുമില്ല. എല്ലാ സ്ഥലത്തും ഒരേ വിലയാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. അങ്ങനെ 2-3 സ്ഥലത്ത് ഷോറൂമിൽ അന്വേഷിച്ചു. പക്ഷേ എല്ലാ സ്ഥലത്തും സെയിം തന്നെയാണ് കേട്ടോ കണ്ടത്. അങ്ങനെ സാധനം ബുക്ക് ചെയ്തു ഞാൻ. ഷോറൂമിൽ തന്നെ ബുക്ക് ചെയ്തു. കാരണം എനിക്ക് ലോൺ വേണമായിരുന്നു. അപ്പോൾ ഷോറൂമിൽ ബുക്ക് ചെയ്തു. കാര്യങ്ങളൊക്കെ സെറ്റായി. വണ്ടി ഡെലിവറി ചെയ്തു. ഡെലിവറി ചെയ്യാനെങ്കിൽ അല്ലെങ്കിൽ ഷോറൂമിൻ്റെ ഭാഗത്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നു. നല്ല ഓക്കെ ആയിരുന്നു. അവർ ഓരോരോ പ്രൂഫും അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മളെ വിളിച്ച് ചോദിക്കും കോൾ സെൻറ്ററിൽ നിന്നൊക്കെ കാര്യങ്ങളൊക്കെ. ഇനി കുറച്ച് കഴിഞ്ഞാൽ എന്താ സ്ഥിതിയെന്ന് എനിക്കറിയില്ല. സർവീസ് വരുമ്പോൾ എന്താ സംഭവം എന്നറിയില്ല. ഇതുവരെ കോൾ സെൻറ്ററിന് വിളിക്കുക, അപ്ലോഡിങ് ചെയ്യുമ്പോൾ പ്രശ്നം ഉണ്ടായിട്ട് പിന്നെയും ചെയ്യുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും വണ്ടി ഡെലിവറി ചെയ്യേണ്ട കാര്യം വണ്ടി ഇവിടെ സ്റ്റാർട്ടായാലും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി.
പിന്നെ വണ്ടി നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും, വണ്ടി റണ്ണിങ് ആണോ എന്താ ഏത് ഇതിലാണെന്നൊക്കെ നമുക്ക് ആപ്പിൽ വെച്ചിട്ട് മോണിറ്റർ ചെയ്യാം. പിന്നെ അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സ് ഇതിലുണ്ട്. പിന്നെ മെയിനായിട്ട് എനിക്ക് മാപ്പ് നേവിഗേഷൻ്റെ അത് ഓക്കെയാണ്, കുഴപ്പമില്ലാണ്ട് അത് വർക്ക് ചെയ്യുന്നുണ്ട്. നോക്കി ഫുള്ളും നമ്മൾ ഗൂഗിൾ മാപ്പ് പോലെ ഇല്ലെങ്കിലും എന്നാലും ഓക്കെയാണ്. റൂട്ടുകൾ പലതും പല റൂട്ടുകൾ കാണിക്കുന്നുണ്ട്, എന്നാലും നമുക്ക് എത്തിച്ചേരേണ്ട സ്ഥലത്ത് എത്തുന്നുണ്ട്, അത് കുഴപ്പമില്ല. മാപ്പ് ലൈഫ് ലോങ് ഉണ്ട് പറഞ്ഞു. ഏതൊരു കാര്യങ്ങളൊക്കെ ലൈഫ് ലോങ് അല്ല, 1 ഇയർ അങ്ങനെ ഒന്നും പറ്റും. പിന്നെ നമ്മൾ പൈസ കൊടുത്തിട്ട് പാക്ക് എടുക്കുക അങ്ങനെ എന്താ പറ്റിയാണ് പറഞ്ഞത്. ഇതും കുറച്ച് കഴിഞ്ഞാൽ ആവുമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഇത് ഓക്കെയാണ്, ഫ്രീ ആണ്. ഇപ്പോൾ ഫ്രീ ആണെന്ന് പറഞ്ഞു. ഇതിന് സെപ്പറേറ്റ് ചാർജ് വരില്ല എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതൊക്കെ ചേർത്തിട്ടാണ് ഞാൻ ഓല എടുത്തത്. സർവീസിൻ്റെ കാര്യം അറിയില്ല, എല്ലാവരും പറയുന്നുണ്ട് സർവീസ് ഭയങ്കര പ്രശ്നമാണെന്ന്. എല്ലാവരോടും ചോദിക്കുമ്പോൾ തന്നെയാണ് പറയുന്നത്, സർവീസിൻ്റെ ഇഷ്യൂ പറയുന്നുണ്ട്. എനിക്കറിയില്ല ഇനി എന്താണെന്ന്. കൊമാക്കി ഓടിച്ച ആൾക്ക് അതിൻ്റെ സർവീസ് നോക്കുമ്പോൾ ഇത് ബെറ്റർ ആവാനാണ് ചാൻസ്. കൊമാക്കി വീട്ടിൽ വെച്ചിട്ടുണ്ട് കേട്ടോ, വണ്ടി കൊടുത്തിട്ടൊന്നുമില്ല. വണ്ടി കൊടുക്കുക പറഞ്ഞാൽ ആരും അത് വാങ്ങില്ല, ഒന്നാമത്തെ കാര്യം. നമ്മളത് വേറെ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുപോകാൻ ലോഡ് വണ്ടിയാക്കി അത് മാറ്റിയിട്ടുണ്ട് അവിടെ. അപ്പോൾ ഇത് ഓടിച്ച് നോക്കിയപ്പോൾ വണ്ടി നല്ല സുഖമാണ്, നല്ല എന്താ പ്രത്യേക ഒരു സുഖം കിട്ടുന്നുണ്ട് ഈ വണ്ടി. മറ്റേ വണ്ടി ചെറിയൊരു വണ്ടിയാണ്, കുഴപ്പമില്ലാണ്ട് സ്പീഡ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. കൈ കൊടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ കയറുന്നുണ്ട്. 2-3 മോഡുണ്ട്, 1 2 3 4 മോഡുണ്ട് വളരെ. പക്ഷേ എക്കോയിൽ നോക്കുമ്പോഴാണ് ഇത് 180 കിലോമീറ്ററാണ് റേഞ്ച് കാണിക്കുന്നത്. പക്ഷേ ഞാൻ എക്കോയിൽ ഓടിച്ചപ്പോൾ 150 കിലോമീറ്റർ ഒന്നും കിട്ടുന്നില്ല. എക്കോയിൽ 42 ഇതിൻ്റെ ടോപ്പ് സ്പീഡ്. ആ റേഞ്ചിൽ പോകുമ്പോഴും വണ്ടി നല്ല രീതിയിൽ മൈലേജ് കുറയുന്നുണ്ട്. കാരണം 5 കിലോമീറ്റർ പോയാലും 6 കിലോമീറ്റർ അതിന് കട്ടായി പോകുന്നുണ്ട്. അപ്പോൾ എക്കോയിൽ ഓടിച്ചിട്ട് എന്തായാലും 150 കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ റീജൻ ഓപ്ഷനുകൾ കുറച്ചുണ്ട്. അതിൽ റീജൻ ഓടിച്ച് നമ്മൾ ഒരു 100 കിലോമീറ്ററൊക്കെ ഓടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ റീജൻ നോക്കുമ്പോൾ 6 കിലോമീറ്ററൊക്കെ ജനറേറ്റ് ആയെന്ന് കാണിക്കുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. റീജൻ ശരിക്കും വർക്കാവുന്നുണ്ട്, അത് ശരിക്കും കിട്ടുന്നുണ്ടോയെന്നും എനിക്കറിയില്ല. ഞാൻ ഓടിച്ചപ്പോൾ ഇങ്ങനെയാണ് കാണിക്കുന്നത്. 100 കിലോമീറ്റർ ഓടിച്ചപ്പോൾ ഏകദേശം 5 4 6 അത്രയും ഇത് കിട്ടുന്നുണ്ട്. പിന്നെ ഇറക്കത്തിലൊക്കെ നമ്മളിങ്ങനെ ബ്രേക്കിങ്ങിൻ്റെ ഇത് കുറയ്ക്കാം റീജൻ ചെയ്യുമ്പോൾ. പക്ഷെ അത് പെട്ടെന്ന് ശീലമായി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ ബ്രേക്കിങ് കുഴപ്പമൊന്നുമില്ല, നല്ല ബ്രേക്കാണ് കിട്ടുന്നത്. വണ്ടി പിടിച്ചാൽ നല്ല രീതിയിൽ നിൽക്കണം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇടയ്ക്ക് ബെൽറ്റിൻ്റെ സൈഡിൽ നിന്ന് ഒരു സൗണ്ട് വരും, നോയ്സ് വരുന്നുണ്ട്. ഇങ്ങനെ ചില സമയത്ത് ചളിയൊക്കെ ഇരിക്കുമ്പോൾ വെള്ളത്തിലോ വെള്ളം കയറുക, അപ്പോഴാണ് ഇത് കൂടുതലായിട്ട് വരുന്നത് കേട്ടോ. പിന്നെ കുറച്ച് പ്രശ്നങ്ങൾ വെച്ച് കഴിഞ്ഞാൽ പാനൽ ഗ്യാപ്പുകൾ അത് ഭയങ്കരമായിട്ട് കൂടുതലാണ്. വണ്ടിക്ക് പാനൽ ഗ്യാപ്പ് ഭയങ്കരമായിട്ടുണ്ട്, അത് ഒന്നും ചെയ്യാനില്ല തോന്നുന്നു. ഓരോ സ്ഥലത്തും നോക്കുമ്പോൾ പാനൽ ഗ്യാപ്പ് നല്ല രീതിയിലുണ്ട്. ചിലത് ഞാൻ വണ്ടി എടുത്ത് വന്നപ്പോഴാണ്, വണ്ടി വൈകുന്നേരമാണ് എനിക്ക് കിട്ടിയത്. പിന്നെ ഇവിടെ വന്ന് നോക്കിയപ്പോഴാണ് ഇത്രയും പാനൽ ഗ്യാപ്പുള്ള കാര്യം നോക്കുമ്പോൾ എല്ലാവരുടെയും ഏകദേശം മിക്ക വണ്ടിക്കും ഈ സംഭവം ഉണ്ട്. അതൊരു ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിട്ട് തോന്നി. പിന്നെ ഹാങ് ആവുന്നുണ്ട്, ഡിസ്പ്ലേ ഇടയ്ക്ക് ഹാങ് ആയി പോകുന്നുണ്ട്, അതൊരു പ്രശ്നമുണ്ട്. ഡിസ്പ്ലേ ഹാങ് ആവുന്നുണ്ട്, മഴയത്ത് പോകുമ്പോൾ വെള്ളമാകുമ്പോൾ ഇടയ്ക്ക് ഹാങ് ആയി പോകുന്നുണ്ട് ഡിസ്പ്ലേ. പിന്നെ ഇടയ്ക്ക് സ്റ്റക്ക് ആവുന്നുണ്ട് ഡിസ്പ്ലേ, വണ്ടി സ്റ്റക്ക് ആവുന്നില്ല, ഡിസ്പ്ലേ സ്റ്റക്ക് ആകുമ്പോൾ. അപ്പോൾ റീബൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയാവുന്നുണ്ട്. ഷോറൂമിലത്തെ അവർ പറയണത് വീക്കിലി റീബൂട്ട് ചെയ്യുന്നത് നല്ലതാണെന്നാണ്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഓട്ടോമാറ്റിക് കട്ടാവുന്നുണ്ട്, പക്ഷേ അത് ചില സമയത്തേ കട്ടാവണുള്ളൂ, ചില സമയത്ത് കട്ടാവണില്ല. ടേൺ ചെയ്ത് കഴിഞ്ഞാലും അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇഷ്യൂ വരികയാണെങ്കിൽ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് ശരിയാവണമെന്നുണ്ട്. പിന്നെ ഒരു അപ്ഡേറ്റ് വന്നു കഴിഞ്ഞു, അത് അതിനുശേഷം സൈഡ് സ്റ്റാൻഡ് ഇട്ടാലും വണ്ടി ഓടുന്നുണ്ട്. മറ്റേത് വണ്ടി സ്റ്റക്ക് ആവുമായിരുന്നു, ഇപ്പോൾ അങ്ങനത്തെ സംഭവം ഉണ്ട്. പിന്നെ ഈ നോയ്സ്, പിന്നെ ഫ്രണ്ടിൽ നിന്ന് ഡിസ്കിൻ്റെ അവിടെ നിന്ന് ചെറിയൊരു നോയ്സ് വരുന്നുണ്ട് ഇടയ്ക്ക് ചളി ഇരുന്ന് കഴിഞ്ഞാൽ, അത് ക്ലീൻ ചെയ്യേണ്ടി വരും. അതിപ്പോൾ ഡിസ്ക് എല്ലാ വണ്ടിക്കും ഇങ്ങനെ ക്ലീൻ ചെയ്യേണ്ടി വരും. ഇതിന് കുറച്ച് ഫ്രണ്ടിൽ നിന്ന് ഇത് വരൽ കൂടുതലാണ്. പിന്നെ അങ്ങനെ വരുമ്പോൾ ബ്രേക്ക് പാഡ് പെട്ടെന്ന് പോവും. 1000 രണ്ടും കൂടി മാറ്റുമ്പോൾ 1700 1400 റേഞ്ച് മറ്റാണ് വരുന്നത് ബ്രേക്ക് പാഡിന്. പിന്നെ ഒരു പ്ലാനുണ്ട്, ഓല കെയർ പ്ലസ് പറഞ്ഞിട്ട് 4200 മറ്റേ വരുന്നുണ്ട്. അതെന്തായാലും എടുക്കേണ്ടി വരും. കാരണം വണ്ടി ഇത് എത്രത്തോളം ബ്രേക്ക് പാഡ് എത്ര കിലോമീറ്ററിനുള്ളിൽ ചെയ്യുന്നതനുസരിച്ചിട്ട് ലൈഫ് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ ബ്രേക്ക് പാഡ് മാറ്റണം, അല്ല ഈ പ്ലാൻ എടുക്കണം, അല്ലെങ്കിൽ മുതലാവില്ല. കാരണം കുറച്ച് ഓടുന്ന ആളായതുകൊണ്ട് പെട്ടെന്ന് ബ്രേക്ക് തേയാൽ ഒരു ടെൻഡൻസി കാണിക്കുമായിരിക്കും. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ കാര്യം ഒന്നും പറയാനില്ല, അടിപൊളി ഹെഡ്ലൈറ്റാണ് കേട്ടോ. അടിപൊളി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റോഡ്, നല്ല വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. ബ്രൈറ്റ് ഇടുമ്പോൾ നല്ലൊരു ടോർച്ച് ഇടുന്ന ഒരു ഫീലാണ് കിട്ടുന്നത്.
റോഡ് നല്ല രീതിയിൽ ഹെഡ്ലൈറ്റിൻ്റെ കാര്യം ഒന്നും പറയണം, നല്ല അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഈ ഇൻഡിക്കേറ്റർ സൗണ്ട് നമുക്ക് ശരിക്കും കേൾക്കും, പുറത്തേക്ക് അങ്ങനെ വല്ലാണ്ട് കേൾക്കുമെന്ന് എനിക്കറിയില്ല. ഹോണ് നല്ല ഹോണാണ്, ഞാൻ വിചാരിക്കണം സൂപ്പർ ഹോണാണ്, നല്ല നല്ല ക്ലാരിറ്റി ഉള്ള ഹോണാണ് വണ്ടിക്ക് ഉള്ളത്. പിന്നെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി എനിക്ക് തോന്നുന്നു ഓരോരോ അപ്ഡേറ്റ് വരുമ്പോൾ ഇങ്ങനെ അപ്ഡേറ്റ് കുറച്ചും കൂടി ആയിക്കൊണ്ടിരിക്കും എന്ന് തോന്നുന്നു. ഫീച്ചേഴ്സ് ഇപ്പോൾ മ്യൂസിക് ആയാലും സൗണ്ട് ക്ലാരിറ്റി ഒക്കെ പാട്ട് വയ്ക്കുമ്പോഴൊക്കെ അടിപൊളിയാണ്. ഇനിയിപ്പോൾ വാട്സപ്പിൻ്റെ ഫീച്ചേഴ്സൊന്നും ഇതിലില്ല, അതെനിക്ക് തോന്നുന്നു അതും കൂടി ഇതിൽ ആഡ് ആവുമെന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് പാനൽ ഗ്യാപ്പ് ഒന്ന് കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് സംഭവം എന്ന്. ഇതാണ് പാനൽ ഗ്യാപ്പ്, കണ്ടോ ഇവിടെ കണ്ടോ ഒരു ഗ്യാപ്പ് കണ്ടു, ഇതൊരു ഗ്യാപ്പാണ് ഉണ്ട്. പിന്നെ ചാർജ് ചെയ്യുന്ന സ്ഥലം ഇവിടെ നോക്ക്, ഇത് ഇങ്ങനെ ഇരിക്കുന്നു ഉണ്ട്, ഇവിടെ എത്തുമ്പോൾ അത് മുട്ടി കണ്ടു, ഒരു ലെവലില്ല വണ്ടി കൊണ്ട്, ഇതൊന്ന് നീങ്ങിപ്പോയ പോലെ കണ്ടില്ല, ഇതിങ്ങനെ ഇരിക്കുന്നു, ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. ഇതൊക്കെയാണ് പാനൽ ഗ്യാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടെ ഉണ്ട് ചെറുതായിട്ട് ആ ഗ്യാപ്പ് നമുക്ക് ഫീൽ ചെയ്യും. ഇതെന്താ സംഭവം എന്നറിയില്ല, ഇത് ഇങ്ങനെയാണോ എന്ന് ഞാൻ നോക്കിയിട്ടില്ല. പിന്നെ ഇതൊന്ന് എൻ്റെ വണ്ടി ഒന്ന് വീണു കേട്ടോ, വണ്ടി എൻ്റെ ഒന്ന് തെന്നി വീണു, ഒന്ന് ചെറുതായിട്ട് ഡാമേജ് വന്നിട്ടുണ്ട്. ഇവിടെ കുറച്ച് പെയിൻറ്റ് പോയി, പിന്നെ ഇതിവിടെ ഒന്ന് വീഡിയോയിൽ കിട്ടണമെന്ന് അറിയില്ല, ഇവിടെ കുറച്ചൊന്ന് ഉരഞ്ഞു പോയി കൊണ്ട് ഇത്രയും പ്രശ്നം. വണ്ടി ഒന്ന് വീണു എൻ്റെ ഒന്ന്. വണ്ടി ഓടിക്കാനൊക്കെ നല്ല സുഖമാണ്, പക്ഷേ എനിക്കൊരു ഇത് തോന്നിയത് റോഡിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ഓടിക്കുമ്പോൾ കുറച്ച് ചളിയുള്ള ഏരിയയിൽ കൂടെ ഒക്കെ ഓടിക്കുമ്പോൾ വണ്ടി പെട്ടെന്ന് തെന്നി പോകുന്നുണ്ട്. അതുപോലെ സിമെൻറ്റുള്ള ഏരിയ ഒക്കെ ഇല്ലേ, അത് കൂടെ ചെറിയൊരു ഇത് വരുമ്പോൾ തന്നെ വണ്ടി പെട്ടെന്ന് തെന്നും. ഇപ്പോൾ ഞാൻ ആ വീണത് അങ്ങനെ ഒരു സർവീസിന് പോയി വരുമ്പോൾ അവിടെ സിമെൻറ്റ് ഇട്ട തറയായിരുന്നു. ഞാൻ വണ്ടി ഒന്ന് തിരിച്ചിട്ട് എടുക്കാൻ നോക്കുമ്പോഴേക്കും വണ്ടി തെന്നിപ്പോയി പെട്ടെന്ന്. അത് കുറേ പേര് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ വീഡിയോകൾ ഓരോന്ന് നോക്കിയപ്പോൾ ഇതിൻ്റെ ടയറിൻ്റെ ഒരു പ്രോബ്ലം ആണെന്നാണ് പറയുന്നത്. സൈഡ് ഗ്രിപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ തെന്നിപ്പോണെന്നാണ് പറയണത്. അതെല്ലാവരും നോക്കിക്കോളൂ. റോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളൊന്ന് ചെറിയൊരു ഇതുണ്ടെങ്കിലും കൂടി വണ്ടി നല്ല തെന്നിപ്പോണ്ട്. അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, വണ്ടി നല്ല സുഖത്തിൽ നമുക്ക് ഓടിക്കാം. ഈ റോട്ടിൽ നിന്ന് ഇറക്കിയിട്ട് ഇങ്ങനെയുള്ള ചെറിയൊരു വഴുക്കലുള്ള ഏരിയയിലൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് അത് തെന്നിപ്പോകാനുള്ള ഇതുണ്ട്. എൻ്റെ വണ്ടി ഒന്ന് വീണു, പക്ഷേ ഞാൻ ക്ലൈം കാര്യങ്ങളൊന്നും ചെയ്തില്ല. കാരണം ക്ലൈം ചെയ്യാൻ അവിടെ കുറച്ച് കാലം വെക്കേണ്ടി വരും. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് വർക്കിനെ ബാധിക്കുന്നതുകൊണ്ട് ഇപ്പോൾ മറ്റേ കൊമാക്കിയുടെ റേഞ്ച് ഇപ്പോൾ തീരെ കിട്ടുന്നില്ല. ഒരു 30-35 കിലോമീറ്റർ അത് കിട്ടുന്നുള്ളൂ ആകെ. അപ്പോൾ നമ്മുടെ സർവീസും കാര്യങ്ങളും നോക്കണമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേറെ വണ്ടി ഓടിക്കാൻ ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ ക്ലൈം ചെയ്യണില്ല. ക്ലൈം ചെയ്യാൻ എന്തായാലും അവിടെ വെക്കണമല്ലോ. പിന്നെ അത്രയും വലിയ ഡാമേജ് വന്നില്ല, ചെറുതായിട്ട് ആ പെയിൻറ്റ് പോയി എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ പൊട്ടലോ അങ്ങനെയൊന്നും വന്നിട്ടില്ല, ഭാഗ്യം എന്തോ ഇതുകൊണ്ട് അവിടെ വണ്ടി. പക്ഷേ വണ്ടി നല്ല വെയിറ്റ് ഉണ്ട്. കൊമാക്കിനെ ആ വണ്ടി സംബന്ധിച്ച് നല്ലോണം വെയിറ്റ് ഇതിട്ടുണ്ട്. 100 കിലോ സംതിങ് വെയിറ്റ് വരുന്നുള്ളൂ. നല്ല രസമുണ്ട് സംഭവം. നല്ല വണ്ടി ഓക്കെയാണ്. ഒരു 80-90 പോയാലും വണ്ടി, ഞാൻ 90 വരെ പോയിട്ട് 100 എത്തിച്ചിട്ടില്ല. വണ്ടി ഓക്കെയാണ്. വണ്ടി പാളിലോ കാറ്റടിച്ചിട്ട് വണ്ടി പാള് അങ്ങനത്തെ പ്രശ്നം ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല. വണ്ടി ഓക്കെയാണ്. ഇതിലാണ് ഇനിയുള്ള യാത്രകൾ. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇനി അഥവാ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ സർവീസ് കിട്ടിയാൽ മതി നമുക്ക്. കുറച്ച് ഡിലേ ഒക്കെ വരും സർവീസിന്. പക്ഷേ ഈ ഓരോരോ വീഡിയോയിൽ കാണാൻ മാസങ്ങളോളം വണ്ടിക്ക് കിടക്കുക, അങ്ങനത്തെ ഒന്നും അവസ്ഥകൾ ഇല്ലാണ്ടിരിക്കട്ടെ. അപ്പോൾ ഇനിയുള്ള യാത്ര കൊമാക്കിയിലാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.